അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കയറലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 23 വെള്ളിയാഴ്ച. ഇന്ത്യക്കാരുടെ രക്തം കൊണ്ട് കളിച്ചാൽ പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിന്ദൂരം വെടിമരുന്നാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ലോകവും രാജ്യത്തിന്റെ ശത്രുക്കളും ഇതിനോടകം കണ്ടുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതിന് ഇന്ത്യൻ സായുധ സേനയെ പ്രശംസിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ പൊതുസമ്മേളനത്തിൽ രാജസ്ഥാനിലെ ബിക്കാനേറിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയുടെ സിരകളിലൂടെ ഒഴുകുന്നത് രക്തം മാത്രമല്ല, ചൂടുള്ള സിന്ദൂരവും കൂടിയാണെന്നും ഓരോ ഭീകരാക്രമണത്തിനും പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ദൂറിന്റെയും പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് 3 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭീകരതയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന നിങ്ങൾ വിശ്വസിച്ചത് എന്തിന്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ തലകുനിച്ച് നിങ്ങൾ രാജ്യ താൽപര്യം ബലികഴിച്ചത് എന്തിന്? നിങ്ങളുടെ രക്തം ക്യാമറകൾക്ക് മുന്നിൽ മാത്രം തിളയ്ക്കുന്നത് എന്തിന്? എന്നീ ചോദ്യങ്ങളാണ് രാഹുൽ ഉന്നയിച്ചത്. പൊള്ളയായ പ്രസംഗങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ അഭിമാനം മോദി അപകടത്തിലാക്കിയെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. ദേശീയപാത നിർമ്മാണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ നാഷണൽ ഹൈവേയിലെ നിർമ്മാണത്തിൽ ചില പിഴവുകൾ വന്നു. അതോടെ അതിനെ വിമർശിച്ച് ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. ദേശീയപാതയുടെ A മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ മുന്നോട്ടു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ദേശീയപാത 66-ൽ മലപ്പുറം കൂരിയാട് അടക്കം നിർമ്മാണത്തിനിടെയുണ്ടായ തകർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാത പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണെന്നും പ്രവൃത്തിയുടെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. അതേസമയം സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ റീൽസ് തുടരുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്നത് തീരുമാനമാണെന്നും എത്ര വിമർശനങ്ങൾ ഉണ്ടായാലും അത് തുടരുമെന്നും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണെന്നും മന്ത്രി ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. മലപ്പുറം കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിനിടെയുണ്ടായ തകർച്ചയിൽ വീഴ്ച സമ്മതിച്ച് നിർമ്മാണ കമ്പനിയായ KNRC. കൂരിയാട് ദേശീയപാത ഡിസൈനിൽ പാളിച്ച വന്നെന്ന് KNR കൺസ്ട്രക്ഷൻസ് അധികൃതർ സമ്മതിച്ചു. വേനൽക്കാലത്താണ് ഈ റോഡിന്റെ ഫൌണ്ടേഷൻ പണികൾ നടന്നതെന്നും 6 വാൾ തകർന്നു വീണ് 250 മീറ്റർ ഭാഗത്ത് ഡിസൈൻ പാളിച്ച വന്നിട്ടുണ്ടെന്നും KNRC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജലന്ധർ റെഡ്ഡി പറഞ്ഞു. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. വിഷയത്തിൽ ശക്തമായ നടപടികൾ എത്രയും വേഗത്തിൽ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാവുമെന്നും മലപ്പുറത്ത് ദേശീയപാത തകർന്ന സംഭവത്തിന്റെ കാരണങ്ങൾ പഠിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ചതായും നിതിൻ ഗഡ്കരി രാജീവ് ചന്ദ്രശേഖറിനെ അറിയിച്ചു. ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണത്തിനിടെ മലപ്പുറം കൂരിയാട് പാത ഇടിഞ്ഞ സംഭവം നിർമ്മാതാക്കളുടെ അശ്രദ്ധ മൂലമാണെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം. ഇതിന്റെ പരിഹാര പ്രവൃത്തികൾ നിർമ്മാതാക്കളായ KNR കൺസ്ട്രക്ഷൻസിന്റെ ചെലവിൽ തന്നെ നടത്തുമെന്നും നിർമ്മാതാക്കൾക്കെതിരെ ദേശീയപാത അതോറിറ്റി കർശന നടപടി സ്വീകരിച്ചതായും നിലവിലെയും ഭാവിയിലെയും ലേലങ്ങളിൽ പങ്കെടുക്കുന്നതിന് KNR കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡിന് വിലക്കേർപ്പെടുത്തിയതായും മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. മിൽമ ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. നാളെ മന്ത്രിതല ചർച്ച നടക്കും. തൊഴിൽ ക്ഷീരവികസന മന്ത്രിമാർ യൂണിയനുകളുമായി സമരം ചെയ്ത ജീവനക്കാരുടെ സംഘടനകൾ ചർച്ച നടത്തും. സംയുക്ത യൂണിയനുകളുടെ പണിമുടക്കിനെ തുടർന്ന് തിരുവനന്തപുരത്തടക്കം പാല് വിതരണം തടസ്സപ്പെട്ടിരുന്നു. INTUCയും CITUവും സംയുക്തമായാണ് പണിമുടക്കിയത്. സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ P. മുരളിയെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം.
കേരള സഹകരണ സംഘം നിയമങ്ങൾ അട്ടിമറിച്ചാണ് ഈ നിയമനം എന്നാണ് ജീവനക്കാരുടെ ആരോപണം. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ഞായറാഴ്ചയുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സിന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും പോലീസിന്റെയും കോർപ്പറേഷന്റെയും റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അതിൽ കോർപ്പറേഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ടെന്നും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. കോർപ്പറേഷന്റെ റിപ്പോർട്ട് പരിശോധിക്കണമെന്നും സംശയ നിവാരണം വരുത്തി 2-3 ദിവസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ടുകളെല്ലാം ചീഫ് സെക്രട്ടറിക്ക് കൈമാറുമെന്നും കളക്ടർ പറഞ്ഞു. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീയെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ച് മാനസിക പീഡനത്തിന് ഇരയാക്കിയ സംഭവം പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരൻ അന്വേഷിക്കും. മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ജില്ലയ്ക്ക് പുറത്തുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നത്. (2025-26) അധ്യയന വർഷത്തെ പ്ലസ് 1 സ്പോർട്സ് ക്വാട്ട ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും. 2023 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് സ്പോർട്സ് ക്വാട്ടയ്ക്ക് പരിഗണിക്കുക. വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകജാലക സംവിധാനത്തിലൂടെ അപേക്ഷ നൽകി സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ മെയിൽ ഐഡിയിലേക്ക് അയക്കണം. വയറിലെ അകഭിത്തിയിൽ പടരുന്ന ക്യാൻസറിന് നൂതന ശസ്ത്രക്രിയ നടത്തി കോട്ടയം മെഡിക്കൽ കോളേജ്. സൈറ്റോ റിഡക്ഷൻ ഹൈപെക് രീതിയാണ് മെഡിക്കൽ കോളേജിൽ പുതിയതായി ആരംഭിച്ചത്. നൂതന ചികിത്സ നടപ്പിലാക്കിയ കോട്ടയം മെഡിക്കൽ കോളേജിലെ മുഴുവൻ ടീം അംഗങ്ങളെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. ആലുവയിൽ അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി റിമാൻഡിൽ. പ്രതിയെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് മാറ്റി. കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരനെ പോക്സോ കുറ്റം ചുമത്തിയാണ് പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുഞ്ഞിന്റെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധനയും പൂർത്തിയാക്കി. കഞ്ചാവ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച പത്തനംതിട്ട വരയന്നൂരിലെ സുരേഷിന്റെ ദുരൂഹമരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. പോലീസ് സംശയനിഴലിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് 14 അംഗ സംഘത്തെ നിയോഗിച്ചുള്ള ഉന്നതതല അന്വേഷണം. എന്നാൽ അഡീഷണൽ SP നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കേസിൽ ദുരൂഹതയില്ലെന്നാണ് കണ്ടെത്തിയത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയവർക്കെതിരെ വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുവരുന്ന നടപടികളുടെ ഭാഗമായി ഒരാൾ കൂടി പിടിയിലായി. തുഫൈൽ എന്നയാളെയാണ് വാരണാസിയിൽ നിന്ന് ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സേന പിടികൂടിയത്. ഇയാൾ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്നും നിർണായകമായ ചില വിവരങ്ങൾ വിദേശ ഏജന്റുമാർക്ക് കൈമാറിയെന്നും ആരോപിച്ചാണ് അധികൃതരുടെ നടപടി. തെരഞ്ഞെടുപ്പ് സമഗ്രവും സുഗമവുമാക്കുന്നതിന് പുതിയ പരിഷ്കാരങ്ങൾ പരിചയപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 18 പുതിയ മാറ്റങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി വോട്ടർമാരുടെ എണ്ണം 1200 പരിമിതപ്പെടുത്തിയത് മുതൽ ബയോമെട്രിക് അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കുന്നതുൾപ്പെടെയാണ് മാറ്റങ്ങൾ. ചാരപ്രവൃത്തിക്ക് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര പാക് ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകളുമായി ബന്ധം പുലർത്തിയിരുന്നതായി ഹരിയാന പോലീസ്. എന്നാൽ തീവ്രവാദ സംഘടനകളുമായി യൂട്യൂബർ ബന്ധം പുലർത്തിയിരുന്നതായി വിവരമില്ലെന്നും പോലീസ് വ്യക്തമാക്കി. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉദ്ദേശം ജ്യോതി മൽഹോത്രയ്ക്ക് അറിവുണ്ടായിരുന്നിരിക്കില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. ജമ്മു കാശ്മീരിൽ ഭീകരർക്കെതിരെ നടപടി കടുപ്പിച്ച് ഓപ്പറേഷൻ ത്രാഷിയുമായി സുരക്ഷാസേന. കിഷ്ത്വാറിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചു. പരിക്കേറ്റ സൈനികൻ വീരമൃത്യു വരിച്ചു. അതേസമയം ജമ്മു കാശ്മീരിലെ സുരക്ഷ വിലയിരുത്തിയ സൈന്യവും പോലീസും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് വേട്ടയെ ശക്തമായി അപലപിച്ച് CPM. ചർച്ചകൾക്കായുള്ള ആവർത്തിച്ചുള്ള മാവോയിസ്റ്റുകളുടെ അഭ്യർത്ഥന കേന്ദ്ര സർക്കാരും BJPയും അവഗണിക്കുന്നുവെന്നും സംഭാഷണത്തിലൂടെ പരിഹാരം തേടേണ്ടതില്ലെന്ന് കേന്ദ്രം തീരുമാനിച്ചുവെന്നും CPM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറയുന്നു. ഛത്തീസ്ഗഡിൽ 27 മാവോയിസ്റ്റുകളെ അവരുടെ ജനറൽ സെക്രട്ടറി നമ്പാല കേശവറാവു ഉൾപ്പെടെയുള്ളവരെ ഏറ്റുമുട്ടലിൽ കൊല ചെയ്തതിന് പിന്നാലെയാണ് CPMന്റെ പ്രതികരണം. ആക്സിയം 4 ദൌത്യം ജൂൺ 8 തന്നെ നടക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ സമയം വൈകിട്ട് 6:41 വിക്ഷേപണം നടക്കുക.
ആക്സിയം സ്പേസിന്റെ ആഭ്യന്തര ഫ്ലൈറ്റ് റെഡിനെസ് റിവ്യൂ പൂർത്തിയായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി പോകുന്നു എന്ന പ്രത്യേകതയും ശുഭാംശു ശുക്ലയുടെ ആക്സിയം 4 യാത്രയ്ക്കുണ്ട്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ, മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്, ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നതായി റിപ്പോർട്ടുകൾ. ഇടക്കാല സർക്കാരിന്റെ നയങ്ങളോട് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് സൈനിക മേധാവിയായ വക്കർ ഉസ് സമൻ. തിരഞ്ഞെടുപ്പ് നടത്താൻ യൂനസ് സർക്കാർ വൈകുന്നതും മ്യാൻമാറിലെ റാഖൈനിൽ സഹായമെത്തിക്കാൻ ഇടനാഴി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് സൈനിക മേധാവിയുടെ പരസ്യ പ്രതികരണത്തിലേക്ക് നയിച്ചത്. കുവൈത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവത്തിൽ സ്ത്രീകളുടെ വാഹനം പരിശോധിക്കാൻ പാടില്ലെന്ന് ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ച ക്രിമിനൽ കോടതി. ഈ നിബന്ധന ലംഘിച്ച് നടത്തുന്ന ഏതൊരു പരിശോധനയും നിയമപരമായി അസാധുവായി കണക്കാക്കപ്പെടും. UAEയിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിനോട് അടുക്കുന്നു. രാജ്യത്ത് ചൂടേറിയ കാലാവസ്ഥ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമായതിനിടെ അരിവിലയെക്കുറിച്ച് നടത്തിയ പരാമർശം ജപ്പാനിലെ കൃഷിമന്ത്രിയുടെ രാജിയിലെത്തിച്ചു. അരിവില സമാനതകളില്ലാത്ത രീതിയിൽ കുതിച്ചു കയറുമ്പോൾ ജീവിതത്തിലൊരിക്കലും അരി വാങ്ങേണ്ടി വന്നിട്ടില്ലെന്നും അരി അനുയായികൾ സമ്മാനമായി നൽകാറാണ് എന്ന് തമാശയായി പറഞ്ഞതാണ് ജപ്പാൻ കൃഷിമന്ത്രി ടാക്കോ ഏറ്റോയ്ക്ക് മന്ത്രിസ്ഥാനം നഷ്ടമാകാൻ കാരണമായിട്ടുള്ളത്. പരാമർശത്തിൽ പ്രതിഷേധം കനത്തതോടെ ക്ഷമാപണം നടത്തിയെങ്കിലും പ്രതിപക്ഷം അവിശ്വാസത്തിലേക്ക് കടക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് ടാക്കി ഏറ്റോ രാജിവെച്ചത്. 1918 അരിവില കുത്തനെ കൂടിയതിന് പിന്നാലെ അന്നത്തെ സർക്കാർ രാജിവെച്ചിരുന്നു. ഉത്തര കൊറിയയുടെ യുദ്ധക്കപ്പൽ അനാവരണ ചടങ്ങിൽ തന്നെ മുങ്ങി. ഉത്തര കൊറിയൻ നാവികസേനയെ അത്യാധുനികമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് കരുതിയിരുന്ന 70 മിസൈലുകൾ വഹിക്കാവുന്ന 5000 ടൺ ഭാരമുള്ള യുദ്ധക്കപ്പലാണ് അനാവരണ ചടങ്ങിൽ അടിഭാഗം തകർന്ന് മുങ്ങിയത്. കപ്പൽ ഡിസൈൻ ചെയ്തവരാണ് സംഭവിച്ച നാശനഷ്ടത്തിന്റെ ഉത്തരവാദിയെന്നും രാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സും ഇവർ ഹനിച്ചതായും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ കുറ്റപ്പെടുത്തി. അപകടത്തിന് കാരണമായവരുടെ പിഴവുകൾ പാർട്ടി യോഗത്തിൽ പരിഗണിക്കുമെന്നും കിം വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഭ്യന്തര പദ്ധതികൾക്കുള്ള ധനവിനിയോഗ ബിൽ ജനപ്രതിനിധി സഭ പാസാക്കി. 215-214 എന്ന നേരിയ ഭൂരിപക്ഷത്തിലാണ് ബിൽ പാസായത്. ബില്ലിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നിരുന്നു. സമ്പന്നർക്ക് നികുതി ഇളവ് ലഭ്യമാക്കുന്ന ബില്ലിൽ സൈന്യത്തിനും അതിർത്തിയിലെ ആവശ്യങ്ങൾക്കും കൂടുതൽ പണം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതേസമയം ചെലവ് കുറയ്ക്കാൻ മെഡിക്കെയ്ഡ്, ഭക്ഷണ സഹായ പദ്ധതികൾ, വിദ്യാഭ്യാസം, ശുദ്ധ ഊർജ്ജ പരിപാടികൾ തുടങ്ങിയവ വെട്ടിച്ചുരുക്കും. ഹാർവർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം വിലക്കി ട്രംപ് ഭരണകൂടം. നിലവിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ വേറെ സർവകലാശാലകളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം. അല്ലാത്ത പക്ഷം അവരുടെ വിദ്യാർത്ഥി വിസ റദ്ദ് ചെയ്യുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. ഹാർവർഡ് സർവകലാശാലയിലെ മൊത്തം വിദ്യാർത്ഥികളിൽ 27% 140ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഹാർവർഡിലെ 6800 വിദേശ വിദ്യാർത്ഥികളെ ഈ നടപടി ബാധിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യയിൽ നിന്നടക്കം നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലകളിൽ ഒന്നാണ് ഹാർവർഡ്. അതേസമയം വിദേശ വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസ് നിർത്തലാക്കുന്നതും അവരെ അറസ്റ്റ് ചെയ്ത് തടവിൽ വയ്ക്കുന്നതും ഫെഡറൽ കോടതി താൽക്കാലികമായി തടഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയിലെ സാന്റിയാഗോയിൽ ചെറുവിമാനം തകർന്നു വീണ് 6 പേർ കൊല്ലപ്പെട്ടു. ഇന്നലെ രാവിലെയാണ് സാന്റിയാഗോയിലെ മർഫി കാന്യോനിൽ ചെറുവിമാനം മിലിറ്ററി ഹൌസിംഗ് തെരുവിലേക്ക് ഇടിച്ചു കയറിയത്. 10 പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന സെസ്ന 550 സ്വകാര്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 10ലേറെ കെട്ടിടങ്ങൾക്ക് അപകടത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്.
കേരള ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ എ നജ്മുദ്ദീൻ അന്തരിച്ചു. കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്നായിരുന്നു അന്ത്യം. 1973 മുതൽ 1981 വരെ കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി കളിച്ചിട്ടുണ്ട്. 1975 സന്തോഷ് ട്രോഫിയിൽ നജ്മുദ്ദീന് മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു. 1973 ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിൽ അംഗമായിരുന്നു നജ്മുദ്ദീൻ. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 33 റൺസിന്റെ ആശ്വാസ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ 64 പന്തിൽ 117 റൺസെടുത്ത മിച്ചൽ മാർഷിന്റെ കരുത്തിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 235 റൺസെടുത്തു. കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.